നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ചില പോസ്റ്റുകളെ പരിശോധിക്കുകയാണ്. അതിൽ ഒന്നാമത് എൻ്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു പോസ്റ്റ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ചെറുപ്പക്കാരനായ ഒരു വൈദികൻ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ്. അത് വളരെ നല്ലൊരു ചരിത്രപരമായി ഉള്ളൊരു പോസ്റ്റാണ്. നമുക്ക് ആദ്യം ആ പോസ്റ്റ് ഒന്ന് നോക്കാം. എല്ലാവർക്കും AD 52 പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായിൽ സ്ഥാപിതമായ ആർത്താറ്റ് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് സ്വാഗതം. ആർത്താറ്റ് കത്തീഡ്രൽ ദേവാലയം 1806 ആർത്താറ്റ് പടിയോലയുടെ ഒരു ധീര ചരിത്രം പറയുന്ന ഈ ഭൂമിയാണ്. പൂനംകുറിച്ച് സത്യം പോർച്ചുഗീസുകാർക്കും റോമൻ മേധാവിത്വത്തിനെതിരെയുള്ള വലിയ പ്രഖ്യാപനമായിരുന്നെങ്കിൽ ആർത്താറ്റ് പടിയോല എല്ലാ വിദേശികൾക്കുമുള്ള വിദേശാധിപത്യത്തിനെതിരെയുള്ള ഒരു വലിയ ദൃഢപ്രതിജ്ഞയാണ്. 1806 ചെമ്പുതകടിൽ വട്ടെഴുത്തിൽ എഴുതിയുണ്ടാക്കിയ ആർത്താറ്റ് പടിയോല ഇതിന്റെ വിശദമായ ഭാഗം ആർത്താറ്റ് പള്ളിയുടെ. അപ്പൊ ഇദ്ദേഹം ഈ ആർത്താറ്റ് പള്ളി വികാരിയാന്ന് തോന്നുന്നു. അപ്പൊ ആർത്താറ്റ് പള്ളിയെ നമുക്ക് കാണിക്കുകയാണ്. മനോഹരമായി പുതുക്കി പണിതിട്ടുള്ള ആർത്താറ്റ് പള്ളിയിൽ ആർത്താറ്റ് പടിയോല ഇങ്ങനെ വലിപ്പപ്പെടുത്തി അവിടെ ഭിത്തിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം അത് വായിക്കുന്നുണ്ട്, നമുക്കത് കേൾക്കാം. വരാന്തിയിലുള്ള ചുമര് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അതിപ്രകാരമാണ് എഴുതിയിട്ടുള്ളത്. കൊല്ലം 981 മകരഞ്ഞായത്തിൽ പുത്തൻകൂറ് സുറിയാനിക്കാരായ ആർത്താറ്റ് ഇടവക്കാരെല്ലാവരും കൂടി നമ്മുടെ ദിവന്നാസ്യോസ് ബാവ തിരുമുൻപാകെ എഴുതി വെച്ച പടിയോലയാകുന്നു. നമ്മുടെ ജനങ്ങളിൽ ചിലർ പരദേശക്കാരുടെ ഇടത്തൂട്ട് ഉപദേശം കേൾക്കുക റോമാ വിശ്വാസത്തിലേക്ക് തിരിഞ്ഞുപോയി വഴക്ക് പിടിച്ച് പള്ളിയും പറമ്പും പതുക്കെ മറച്ചിട്ട് എടുക്കാൻ ഇടവന്ന അബദ്ധം കണ്ട് വളരെ വ്യാകുലത്തിന് ഇടവന്നതിനാൽ മേലാൽ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി റോമായിൽ നിന്നോ ബാബയിൽ നിന്നോ അന്ത്യോക്യയിൽ നിന്നോ മറ്റു വല്ല പരദേശത്തു നിന്നോ വരുന്ന യാതൊരു മെത്രാന്മാരുടെയും ഉപദേശവും നടപ്പുകളും ഒരു നാളും കേട്ടുവഴങ്ങി നടക്കാതെ നമ്മുടെ മാർത്തോമാ ശ്ലീഹായുടെ പൂർവ്വിക വിശ്വാസവും ചട്ടങ്ങളും അനുസരിച്ച് നടന്നുകൊള്ളുമാറും സമ്മതിച്ച് തമ്പുരാനെ പെറ്റ അമ്മയുടെ ആർത്താറ്റ് പള്ളി നടയിൽ വെച്ച് എഴുതിയ വികാരി എന്ന് പറഞ്ഞ് പ്രമുഖരായ കുടുംബത്തിലെ കാർന്നവന്മാരെല്ലാവരും കൂടി ഒപ്പുവെച്ച് എഴുതിയുണ്ടാക്കിയ പടിയോലയാണ് ആർത്താറ്റ് പടിയോല. 1947 സ്വാതന്ത്ര്യ ബോധമൊക്കെ നമ്മിൽ ജനിക്കുന്നതിന് മുമ്പേ 1806 ആർത്താറ്റ് മണ്ണിൽ പൂർവിക വിദേശ ആധിപത്യത്തിനെതിരെയും വിദേശ വിശ്വാസത്തിനെതിരെയും ഒക്കെ ശക്തമായി ഒന്നടങ്കം ഈ പുണ്യഭൂമിയിൽ നിന്ന് ഒരു ദൃഢപ്രതിജ്ഞ എടുത്തതാണ് ആർത്താറ്റ് പടിയോല. പുണ്യഭൂമിയിലാണ്. അപ്പം ഇദ്ദേഹം പറയുന്നത് ആർത്താറ്റ് ഒരു പുണ്യഭൂമി. ആർത്താറ്റ് പുണ്യഭൂമി ആണ്. കാരണം ആർത്താറ്റ് വെച്ചാണ് പുലിക്കോട്ടിൽ മെത്രാച്ചൻ സുന്നത്ത് സ്വീകരിച്ച് ഇസ്ലാം മതത്തിലേക്ക് പോയത്. അതുകൊണ്ട് അത് പുണ്യഭൂമി അല്ലാതെ വരത്തൊന്നുമില്ല. അപ്പൊ ഈ ആർത്താറ്റ് പുണ്യഭൂമിയാണ്. 1806 ആർത്താറ്റ് പടിയോല ഉണ്ടായി. അപ്പൊ അദ്ദേഹം അവിടെ വായിക്കുന്നുണ്ട് എന്താണ് ആർത്താറ്റ് പടിയോലയിലുള്ളത്. യാതൊരു വിദേശ ശക്തികളുമായി, വിദേശത്തുള്ള യാതൊരു ആളുമായി ഒന്നും നമുക്കൊരു ബന്ധവും പാടില്ല. ഇതാണ് ആർത്താറ്റ് പടിയോല. പ്രത്യേകിച്ച് അന്ത്യോക്യയിൽ നിന്നുള്ള ബാബേലിൽ നിന്നുള്ള ആരുമായിട്ടും ഒരു ബന്ധവും പാടില്ല. ഇങ്ങനെയൊക്കെ അവിടെ കുറെ കുടുംബക്കാർ തീരുമാനിച്ചെന്നാണ് പറയുന്നത്. ഇതെന്ന് തീരുമാനിച്ചു? 1806 അവരങ്ങനെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. 1806 അച്ഛൻ പറഞ്ഞത്. അപ്പൊ 1807 ആർത്താറ്റ് പടിയോല. അപ്പൊ 1807 ആർത്താറ്റ് പടിയോലയിൽ ഒരു വിദേശ ശക്തികളുമായിട്ട്, യാതൊരു തരത്തിലുള്ള ഒരു വിദേശ ശക്തിയുമായിട്ട് നമുക്കൊരു ബന്ധവും പാടില്ല എന്ന് അങ്ങോട്ട് തീരുമാനിച്ചു 1806. ഈ വീഡിയോ ഇറക്കിയിട്ടുള്ള അച്ഛൻ ആരാണെന്നറിയില്ല. എന്നിട്ട് അദ്ദേഹം വളരെ ആവേശത്തോടെ ആരോ ഈ കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചുടിച്ചോറ് വാരിക്കുന്നൊക്കെ പറഞ്ഞ പോലെ ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഏതോ വൃദ്ധനായ നേതാവ് പ്രേരിപ്പിച്ചു വിട്ടാന്ന് ഇറ്റ്സ് വെരി മച്ച് ഒബ്വിയസ്. കാരണം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു ബോധ്യമില്ല. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പ്രോംപ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഏറ്റു പറയുന്ന പോലെ ഒരു പപ്പറ്റ് എന്ന പോലെ അദ്ദേഹം നിന്ന് ഇങ്ങനെ ഈ വിഡ്ഢിത്തം പറയുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത്. ഒരു വിദേശ ശക്തി. ശരി, 1806 ആർത്താറ്റ് പടിയോല വന്നെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന ചെറുപ്പക്കാരനായ ആ വൈദിക വേഷധാരി ഒരു കാര്യം ചെയ്യണം, ചരിത്രം പഠിക്കണം. 1806 ഇങ്ങനെ നിങ്ങൾ വിദേശ ശക്തികളായിട്ടൊന്നും ഒരു ബന്ധവും വേണ്ടെന്ന് തീരുമാനിച്ചെങ്കിൽ അത് ആർത്താറ്റുകാരുടെ സ്വകാര്യ തീരുമാനമാണ്. അത് മലങ്കരയിലെ സഭയുടെ തീരുമാനമൊന്നുമല്ല. കാരണം പിന്നീട് ഇവിടെ നവീകരണം ഉണ്ടായി. പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്തനേഷ്യസ് ഏബ്രഹാം അൽപ്പാനുമായി ചേർന്ന് നവീകരണവാദം കൊണ്ടുവന്നപ്പോൾ മലങ്കര സഭ ഒന്നാകെ ആംഗ്ലിക്കൻ വൽക്കരിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് ഭയന്ന് പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനി അന്ത്യോക്യൻ പാത്രിക്കീസായ പത്രോസ് തൃതീയൻ പാത്രിക്കീസ് ബാവയ്ക്ക് കത്തയച്ചു. അതിനെ തുടർന്ന് അന്ത്യോക്യയുടെയും കിഴക്കൊക്കയുടെയും പരിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ ശ്ലൈഹിക സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുളുന്ന പത്രോസ് തൃതീയൻ പാത്രിക്കീസ് ബാവ
ക്ലേശകരമായ യാത്ര നടത്തി. അത് പലതവണ ഞാൻ ഈ ലൈവിൽ വിശദീകരിച്ചിട്ടുണ്ട്, അത് വിശദീകരിക്കുന്നില്ല. അദ്ദേഹം മലങ്കരയിൽ എത്തിച്ചേർന്നു. ഇംഗ്ലണ്ടിൽ ചെന്ന് വളരെ 7 മാസത്തോളം ആ പ്രതികൂല കാലാവസ്ഥയിൽ കാത്തുകിടന്ന് വിക്ടോറിയ രാജ്ഞിയെ മുഖം കാണിച്ച് വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് തനിക്ക് അനുകൂലമായ ഒരു രാജവിളംബരം എഴുതി വാങ്ങിച്ച് അതുമായിട്ടാണ് ഇവിടെ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെയും തിരുവിതാംകൂർ രാജാവിന്റെയും കോടതികളുടെയും ഒക്കെ പിന്തുണയോടെ മലങ്കരയിൽ സ്വേച്ഛാധിപത്യം നടത്തിയിരുന്ന മാത്യൂസ് മാർ അത്തനേഷ്യസിന്റെ കയ്യിൽ നിന്ന് മലങ്കര സഭയെ വിമോചിപ്പിച്ച് ഇന്നത്തെ കേരളത്തിൽ നമ്മൾ കാണുന്ന ഈ മലങ്കര സഭയുടെ പിതാവ്, ഈ ആർത്താറ്റ് പടിയോല എന്ന് നിങ്ങൾ പറയുന്ന ആ ശുദ്ധ അസംബന്ധത്തിനും ദശാബ്ദങ്ങൾക്ക് ഇപ്പുറത്ത് അദ്ദേഹത്തെ ക്ഷണിച്ച് കെഞ്ചി കാല് പിടിച്ച് അദ്ദേഹത്തെ ഇവിടെ വരുത്തി അദ്ദേഹം വന്നിട്ടാണ് ഈ മലങ്കരയിൽ സഭ സ്ഥാപിച്ചത്. അദ്ദേഹമാണ് 7 ഭദ്രാസനങ്ങളായിട്ട് തിരിച്ചത്. മലങ്കര സഭയുടെ ശില്പി, ആധുനിക മലങ്കര സഭയുടെ ശില്പി അന്ത്യോക്യൻ പാത്രിക്കീസായ പത്രോസ് തൃതീയനാണ്. അത് ഈ കൊച്ചച്ഛൻ ഈ കാണിക്കുന്ന ഈ ഭോഷ്കൊക്കെ കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞാണ് അച്ഛന് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ താങ്കൾ ആ കാണിക്കുന്നത് ഒരു വിഭ്രമം, ഒരു മതിഭ്രമം. അന്നത്തെ അവിടുത്തെ കുറെ ആളുകൾക്കുണ്ടായ ഒരു ഇളക്കപ്പെരുക്കത്തിൽ അവരെന്തോ ഭോഷ്ക് എഴുതിയതിന് യാതൊരു ഓതന്റിസിറ്റി ഇല്ല. മലങ്കര സഭയുടെ പിൽക്കാല ചരിത്രം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആർത്താറ്റുകാർക്ക് വേണമെങ്കിൽ ഞങ്ങൾ നിങ്ങളുമായിട്ടൊന്നും ബന്ധമില്ല, ഞങ്ങൾക്ക് ഒരു ശക്തിയായിട്ട് ബന്ധമില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നല്ലാതെ മലങ്കര സഭയുടെ പിൽക്കാല ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ എല്ലാ വിദേശ ശക്തികളോടുമുള്ള എല്ലാ ബന്ധങ്ങളും ഞങ്ങൾ അങ്ങ് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും പോകുന്നല്ല. ഇതിപ്പം ഓർത്തഡോക്സുകാരുടെ ഒരു പുതിയ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഒരു പുതിയ തമാശ. അപ്പൊ അത്തരത്തിലുള്ള ഒത്തിരി തമാശകൾ ഈ ആഴ്ചയില് സോഷ്യൽ മീഡിയയിൽ കണ്ടു. ചില തമാശ ഒന്നും അങ്ങോട്ട് നമുക്ക് പരാമർശിക്കാൻ പോലും കൊള്ളരുതാത്ത വിധത്തിൽ അത്രമാത്രം അപഹാസ്യമായ സംഭവമാണ്.